നമുക്കിന്നൊരു ഹെൽത്തി ഡിന്നർ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓട്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. രാത്രി ചോറൊക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് പാൽപ്പൊടിയാണ്. പാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഹെൽപ്പാണോ പണിയാണോ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പാൽപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളം ഓട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു അരക്കപ്പ് പാലിൽ ഒരു 4 ടീസ്പൂണോളം ഓട്സ് എടുത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില, ഉപ്പ്, കുരുമുളക്, ഇത്രയും കൂടിയാണ് നമുക്ക് ഇതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പച്ചക്കറിയുടെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഉള്ളി പിന്നെ മുളക്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിൽ നമുക്കൊരു തക്കാളി കൂടെ വേണ്ടിയിടാം. പിന്നെ 1 ടീസ്പൂണോളം നമ്മൾ മല്ലിയിൽ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സാൾട്ടും കൂടി ആഡ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ സാൾട്ടും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ പാലും ഓട്സും മുട്ടയും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഫ്ലേവർ തോന്നുമല്ലോ നമുക്ക്. അപ്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് മറിച്ചെടുക്കലാണ് നമുക്ക് കുറച്ചുകൂടി ടാസ്ക് ആയിട്ടുള്ളത്. അതുവരെയുള്ള പ്രോസസ്സൊക്കെ നമുക്ക് സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാ വശത്തേക്കും ആവാതെ സൈഡിലേക്കൊക്കെ നമ്മളൊന്ന് ഇതൊന്നിങ്ങനെ നമ്മുടെ ഓട്സ് ആവുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഇത് ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ മറിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്, പക്ഷേ പാളിപ്പോയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, കാണാൻ ഒരിത്തിരി ലുക്ക് കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഓട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഹെൽത്തി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ജയ്യൂന് ഏതായാലും ഇഷ്ടമായിട്ടുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്താൻ മറക്കണ്ട. ഓക്കെ, ബൈ.